ഈ കത്തൊന്ന് ഒ പിയിലെ സിസ്റ്ററിന്റെ കൊടുത്തേക്ക്. ശരി. കുറെ നേരം ആയില്ലേ രണ്ടാളും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? മുറിയിൽ പോയി ഇനി കുറച്ചു നേരം കിടന്നുള്ളൂ. ഞാനുണ്ടല്ലോ ഇവിടെ. വേണ്ട രവിയെ, കിടന്നാല് കിടക്കാൻ പറ്റില്ല. മായയുടെ അച്ഛനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാൾ ഇതിലൊന്ന് ഒപ്പിടണം. സിസേറിയൻ അതുകൊണ്ടാ. ആൺകുട്ടിയാ? മായമ്മ സുഖായിരിക്കുന്നു. മായമ്മ എപ്പോ കൊണ്ടുവരും? കുറച്ച് താമസിക്കും. ഡ്രസ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. കുട്ടിയെ തൊട്ടിൽ കിടത്തിക്കോളൂ. വീരാ, ആശിച്ച പോലെ തന്നെ ഇന്ന് അഷ്ടമി രോഹിണിയാണ് ആള്. മാഷേ, മാഷ് നോക്കി നിൽക്കാതെ ആ തേനും മയമ്പൊന്ന് ചാരിച്ചേ. ഉണ്ണികൃഷ്ണ, പൊന്നുമോനെ, മോനൊന്ന് നോക്കിയേ. ഇതാരൊക്കെയാന്നൊന്ന് നോക്കിയേ. മുത്തശ്ശിയൊന്ന് നോക്കുമോനെ. അതെ, ഇതാരാ നോക്ക. കണ്ണൊന്ന് തുറന്നേ മോനെ. ഇതാരാ ഇത്? കണ്ണും മൂക്കും ഒക്കെ മായമ്മ തന്നെ. മോനൊന്ന് വാ തുറന്നേ. പാപ്പച്ച, പാപ്പച്ച, പേഷ്യന്റിന് പെട്ടെന്ന് ബ്ലീഡിംഗ്. ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ ജോർജിനോട് ഉടനെ ഒന്ന് തിയേറ്ററിലേക്ക് വരാൻ പറയണം. മതി മതി മതി.
കോംപ്ലിക്കേറ്റഡ് ആണ്. Is it? It's fate. ലീവ് തീരാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഞാനിനി എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല രവി. തന്നെ ആശ്വസിപ്പിക്കേണ്ട ആളാ ഞാൻ. പക്ഷേ എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റണില്ല. എന്താ വേണ്ടേ എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? രവി പോട്ടെ, പോയി തിരികെ ജോലി പ്രവേശിക്കട്ടെ. ഇവിടം വിട്ട് നിന്നാൽ തന്നെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോ കുഞ്ഞിന്റെ കാര്യോ? ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ രവി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ടതിൽ കൂടുതൽ ജീവിച്ചു കഴിഞ്ഞവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ ആയുസ്സെടുത്തിട്ട് മായമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കായിരുന്നില്ലേ? ടീച്ചറും കൂടി ഇങ്ങനെ തളർന്നു പോയാ പിന്നെ ഇനിയിപ്പോ ഇവന് വേണ്ടിട്ടെങ്കിലും എല്ലാം മറന്നല്ലേ പറ്റൂ. ആൽത്തറയിലൊന്നും പോയിരിക്കാൻ തോന്നിയില്ല. നേരെ ചെന്ന് നിന്നത് തിരുനടയിലാ. മനസ്സ് നൊന്ത് യാചിച്ചു.
ആകെക്കൂടി ഇനി ഉള്ളത് ഈ കുഞ്ഞാ. ഇതിനെയെങ്കിലും നിലനിർത്തി തരണേന്ന്, ദീർഘായുസ് കൊടുക്കണേന്ന്. ഇതെന്ത് കപ്പലാ മുത്തശ്ശ? ഇതാണ് ഉപ്പേരി കപ്പല്. കായ വറുത്തത്, ശർക്കര വരട്ടി, അരിയുണ്ട കപ്പ ഉപ്പേരി. പോട്ടെ പോട്ടെ, ഉപ്പേരി കപ്പല് പോട്ടെ. ഇനി പായസക്കപ്പല്. അതേ മാഷേ, വീട്ടിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയുടെയാ. ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്നായിരിക്കും. ഏടത്തിയെ കാണാണ്ട് വിഷമിച്ചിരിക്കല്ലേ? അതല്ല നീ ഇത് പുറപ്പെട്ടോളൂ. എന്നെ ഉണ്ണിക്കുട്ടനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കാണ് വെച്ചാ പുറപ്പെട്ടോളൂ. ഇവിടെ എങ്ങനെ ആയാലും എന്താ, അവിടുത്തെ കാര്യല്ലേ മുഖ്യം. പുറപ്പെട്ടോളൂ. അയ്യോ മാഷേ, അതല്ല. ഏതല്ലാന്ന് ഒന്നല്ല 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയല്ല, പാഞ്ചാലിക്കുട്ടി ആയാലും ശരി. പറയണത് എന്താണെന്ന് കേൾക്കൂടി. എന്തിനാ കേക്കണത്? മുഖവര കേട്ട അറിഞ്ഞൂടെ? മാഷേ, ലക്ഷ്മിക്കുട്ടിയുടെ മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. ആ വിവരം അറിയിച്ചോണ്ടുള്ള കത്താ ഇത്. അതിനും വേണോ ഇത്രയും ബഹളം? ഓ, ഞാൻ തോറ്റു. എന്നാ പിന്നെ ആദ്യം പറഞ്ഞുകൂടായിരുന്നു ടീച്ചർക്ക് എന്നെ കിട്ടി ശ്വാസം മുട്ടിക്കാണ്ട്. ഓഹോ, മോൻ എവിടെ? ഉണ്ണി, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, എവിടെയാ നീ? എവിടെ പോയി ഉണ്ണിക്കുട്ടാ? ഉണ്ണി, ഉണ്ണിമോനെ. അയ്യോ മാഷേ, എന്റെ ഉണ്ണിക്കുട്ടാ. അയ്യോ, അയ്യോ, ഉണ്ണിമോനെ. അയ്യോ ഈശ്വരാ, ദൈവമേ. അയ്യോ എന്റെ മോനെ, എന്റെ മോനെ. മാഷേ, ദൈവമേ, എന്റെ മോനെ. അയ്യോ മോനെ, ഉണ്ണിമോനെ. എന്റെ ഉണ്ണിക്കുട്ടാ. അയ്യോ മോനെ, എന്റെ കുഞ്ഞിന് എന്താ പറ്റി? മാഷേ, ഒന്ന് വേഗം മോനെ. അല്ല മാഷേ, എന്ത് പറ്റി കുട്ടിക്ക്? മാഷേ, അയ്യോ എന്റെ മോനെ. അയ്യോ എന്റെ ഉണ്ണിക്കുട്ടൻ എന്താ ഡോക്ടറെ പറ്റിയേ? കാര്യമായിട്ട് നോക്കണേ എന്നെ. ഇവ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വേറെ വല്ല അസുഖം വരുമോ എന്റെ കുട്ടിക്ക്? അതെ, എന്താ വേണ്ട? ഒന്ന് ബഹളം വെക്കാൻ നിൽക്കാവോ? കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയെന്നേ. അത് പറ്റില്ല എന്നെ. എങ്കിൽ നിങ്ങൾ ചികിത്സിക്ക്, ഞാൻ പുറത്തിറങ്ങി നിൽക്കാം. മാഷൊന്ന് പുറത്ത് നിൽക്കൂ. ഒരാളല്ല, രണ്ടാളും. അല്ല അതെ, പറഞ്ഞു മനസ്സിലായില്ലേ? കുട്ടിക്ക് മാഷേ അവിടെ നിൽക്കണ്ടെന്ന് പറയട്ടെ. വാങ്ങി മോനെ, ഉണ്ണി, എന്റെ ഉണ്ണീഷ, നീ വല്ലാണ്ട് പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്തിനാ മുത്തശ്ശൻ പേടിച്ചേ? അതെ, മുത്തശ്ശൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു പഠിച്ചോ മോനെ? എന്നല്ലേ പേടി മാറ്റി തരട്ടെ. അപ്പൊ ഉഞ്ചിട്ട് അടിയുഞ്ചിട്ട് മേലെയും മാറ്റി പൊതിയും കെട്ടി മുത്തശ്ശൻ്റെ ചിരിക്കാൻ വയ്യാടാ. ഒമ്പതാ ഒമ്പതാ.
മുത്തശ്ശ മുത്തശ്ശ ആ മുത്തശ്ശ ഇതിന്റെ പേരില്ലേ അമ്മിണി? ആ അത് പത്മിനി. ദേ, ഇതാ അമ്മിണി. ഇതിന്റെ പേരറിയോ ഉണ്ണിക്ക്? രുക്മിണി. ആ ഇവനാണ് കുഞ്ഞിരാമൻ. അയ്യ അത് പെണ്ണല്ലേ, അതിനെങ്ങനെയാ കുഞ്ഞിരാമെന്ന് പേര് വരിക? ഈ മുത്തശ്ശിന് ഒന്നും അറിഞ്ഞൂടാ. അത് തുളസിയാ. ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ നോക്കിയതല്ലേ മുത്തശ്ശൻ? ആ, അത് കൊള്ളു, അത് കൊള്ളു, അത് കൊള്ളു.